തെരാനോസ് അഴിമതി, ചരിത്രത്തിലെ ഏറ്റവും വലിയ ടെക് തട്ടിപ്പ്. സിലിക്കൺ വാലി, ശതകോടീശ്വരന്മാരുടെ നാട്. ഇവിടെയൊരു വിജയം ജനിക്കുമ്പോൾ ലോകം ശ്രദ്ധിക്കും. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആസൂത്രിത ചതിയുടെ കഥ പിറന്നതും ഇതേ മണ്ണിലാണ്. ഫോബ്സ് മാസികയുടെ കവറിലെ ഈ മുഖം കാണുക. എലിസബത്ത് ഹോംസ്, അടുത്ത സ്റ്റീവ് ജോബ്സ് എന്ന് ലോകം ഇവരെ വിളിച്ചു. സ്വന്തം കഴിവിനാൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരി. ഒരൊറ്റ തുള്ളി ചോര, അതിൽ നിന്ന് നൂറുകണക്കിന് രോഗങ്ങൾ മിനിറ്റുകൾക്കകം തിരിച്ചറിയാം. ഇതായിരുന്നു എലിസബത്തിന്റെ തെരാനോസ് നൽകിയ വാഗ്ദാനം. സൂചികുത്തി വൻതോതിൽ ചോരയെടുക്കുന്ന കാലം അവസാനിക്കുകയാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. വൻകിടക്കാർ കോടികൾ നിക്ഷേപിച്ചു. എന്നാൽ ഈ സാമ്രാജ്യം മുഴുവൻ വെറുമൊരു കള്ളത്തരത്തിലാണ് കെട്ടിപ്പടുത്തത്. സത്യം പുറത്തായപ്പോൾ സംഭവിച്ചത് മെഡിക്കൽ ലോകത്തെ ഞെട്ടിച്ച വലിയൊരു തകർച്ചയായിരുന്നു. ഇവിടെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സിലിക്കൺ വാലിയിൽ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ നിക്ഷേപകരും ശാസ്ത്രജ്ഞന്മാരുമാണുള്ളത്. അവർക്കൊന്നും ഈ മെഷീൻ ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലായില്ലേ? അവരിതെങ്ങനെ വിശ്വസിച്ചു? അതിനാണ് എലിസബത്ത് ഹോംസ് ഒരു പ്രത്യേക തന്ത്രം പ്രയോഗിച്ചത്. അവർ ഒരിക്കലും മെഡിക്കൽ രംഗത്തെ യഥാർത്ഥ വിദഗ്ധരോടോ ശാസ്ത്രജ്ഞന്മാരോടോ സംസാരിച്ചില്ല. പകരം അവർ സ്റ്റീവ് ജോബ്സിനെ പോലെ എപ്പോഴും കറുത്ത ടേർട്ടിൽനെക്ക് വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി. സംസാരിക്കുമ്പോൾ ശബ്ദം മനഃപൂർവ്വം താഴ്ത്തി ഒരു വല്ലാത്ത ഗൗരവം വരുത്തി ഒരു യഥാർത്ഥ ജീനിയസ് എന്ന ഇമേജ് ഉണ്ടാക്കിയെടുത്തു. അമേരിക്കയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളാണ് തെരാനോസിന്റെ ബോർഡിലെത്തിയത്. മുൻ വിദേശകാര്യ സെക്രട്ടറിമാരും വൻകിട ബിസിനസ്സുകാരും. എന്നാൽ ഇവരിലാരും ഒരു മെഡിക്കൽ വിദഗ്ധരായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കമ്പനിക്കുള്ളിൽ കടുത്ത രഹസ്യ സ്വഭാവമായിരുന്നു. ജീവനക്കാരെ കൊണ്ട് കർശനമായ കരാറുകളിൽ NDAsകൾ ഒപ്പുവെപ്പിച്ചു. ഉള്ളിലെ പരാജയം പുറത്തു പറഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് അവർ ഭയന്നു. തെരാനോസ് വികസിപ്പിച്ച അത്ഭുതയന്ത്രമായിരുന്നു എഡിസൺ. ഒരു പ്രിന്ററിന്റെ വലുപ്പം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ യന്ത്രത്തിന് കൃത്യമായി ഒരു പരിശോധന പോലും നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത് വെറുമൊരു ഷോപ്പീസ് മാത്രമായിരുന്നു. ഒരു തുള്ളി രക്തം കൊണ്ട് ടെസ്റ്റുകൾ നടത്താൻ കഴിയാത്തതുകൊണ്ട് ജീവനക്കാർ രക്തത്തിൽ വൻതോതിൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചു. ഇത് പരിശോധനാ ഫലങ്ങളെ പൂർണ്ണമായും തെറ്റിച്ചു. മനുഷ്യജീവൻ വെച്ചുള്ള കടുംകൈയായിരുന്നു അത്. എന്നിട്ടും 2013 പ്രമുഖ ഫാർമസിയായ വാൽഗ്രീൻസുമായി ചേർന്ന് അവർ പൊതുജനങ്ങൾക്കായി ഈ പരിശോധന ആരംഭിച്ചു. 10,000കണക്കിന് സാധാരണക്കാർ തങ്ങളുടെ ആരോഗ്യം ഈ വ്യാജയന്ത്രത്തിന് മുന്നിൽ വിട്ടുകൊടുത്തു. പിന്നീട് സംഭവിച്ചത് ഭയാനകമായ കാര്യങ്ങളാണ്. തെറ്റായ റിപ്പോർട്ടുകൾ കാരണം പലർക്കും ക്യാൻസർ ഉണ്ടെന്നും അബോർഷൻ സംഭവിച്ചുവെന്നുമുള്ള വ്യാജ ഫലങ്ങൾ ലഭിച്ചു. ആളുകൾ മാനസികമായി തകർന്നു. യഥാർത്ഥത്തിൽ രക്തം പരിശോധിച്ചത് എഡിസൺ യന്ത്രത്തിലല്ല, ലാബിന്റെ താഴത്തെ നിലയിൽ അതീവ രഹസ്യമായി വെച്ചിരുന്ന കൊമേഴ്സ്യൽ സീമെൻസ് യന്ത്രങ്ങളിലാണ്. സ്വന്തം സാങ്കേതിക വിദ്യയെന്ന് വീമ്പു പറഞ്ഞവർ ഉള്ളിൽ മറ്റുള്ളവരുടെ യന്ത്രങ്ങളാണ് ഉപയോഗിച്ചത്. പക്ഷേ കള്ളങ്ങൾക്ക് അധികനാൾ ആയുസ്സുണ്ടായിരുന്നില്ല. വാൾസ്ട്രീറ്റ് ജേർണലിലെ അന്വേഷണാത്മക പത്രപ്രവർത്തകനായ ജോൺ കെയറു ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. ഭീഷണികളെ അതിജീവിച്ച് അദ്ദേഹം സത്യങ്ങൾ പുറത്തുകൊണ്ടുവന്നു. കമ്പനിയിലെ യുവജീവനക്കാരായ ടൈലർ ഷൂൾസ്, എറിക്ക ചുങ് എന്നിവരാണ് ഈ സത്യങ്ങൾ പത്രപ്രവർത്തകന് കൈമാറിയത്. സ്വന്തം കരിയറും ജീവനും പണയപ്പെടുത്തിയാണ് അവർ ഈ കൊടുംചതി ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയത്. റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ തെരാനോസ് തകർന്നടിഞ്ഞു. നിക്ഷേപകർക്ക് കോടികൾ നഷ്ടമായി. കമ്പനി പൂട്ടിപ്പൂട്ടേണ്ടി വന്നു. സിലിക്കൺ വാലിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടായി ഇത് മാറി. നിയമത്തിന് മുന്നിൽ നിന്ന് എലിസബത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കോടതി അവരെ കുറ്റക്കാരിയായി കണ്ടെത്തുകയും 11 വർഷത്തിലധികം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അത്യാഗ്രഹവും വ്യാജമായ അവകാശവാദങ്ങളും എങ്ങനെ ദുരന്തത്തിൽ അവസാനിക്കും എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് തെരാനോസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.